ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാം. കപ്പയും വൻപയറും തോരന്. അത് ഞാൻ അത് വെക്കുന്ന രീതി ഒന്ന് ഞങ്ങളുടെ ഇവിടെ വെക്കുന്ന രീതി ഞാനൊന്ന് കാണിക്കുന്നത്. അതാണ് വെള്ളം കുറച്ചേ ഉള്ളൂ ഞാനെല്ലാം വെക്കുന്നത്. അതിന് കുറച്ച് വെള്ളം നല്ലപോലെ തിളച്ചിട്ട് കപ്പ ഇടാവും. ആദ്യം ഈ വെള്ളം തിളച്ച് കപ്പ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു കപ്പ ഇട്ട് കഴിഞ്ഞിട്ട് തിള വരത്തില്ലേ, ആ വെള്ളം ഊറ്റിക്കളയണം. രണ്ടാമത് വീണ്ടും വെള്ളം ഒഴിച്ച് വെച്ച് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളത്തിൽ കിടന്ന് കപ്പയൊന്ന് വലുതായിട്ട് വേവരുത്, ഒന്ന് തോരൻ പരുവത്തിനായിട്ട് വേവണം. അങ്ങനെ ചെയ്യണം. നമുക്കിനി കപ്പ തിളപ്പിക്കാൻ വെച്ച വെള്ളം തിളച്ചു, നല്ല തിള വന്നിട്ടുണ്ട്. നമുക്ക് ഇനിയും കപ്പ നല്ലതായിട്ട് ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ച് കഴുകി വെച്ചിരിക്കുകയാണ്. നുറുക്കി കഴുകി വെച്ചിരിക്കുന്നത് കപ്പ ആ വെള്ളത്തിലേക്ക് നമുക്കിടാം. ഇടുമ്പോൾ തന്നെ വെള്ളം തിളച്ചതായതുകൊണ്ട് പെട്ടെന്ന് ഇനിയും ബാക്കി തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ആ കപ്പ അരിഞ്ഞ് വെച്ചത് ഇട്ടു. ഒന്ന് അടച്ച് മൂടി വെക്കുക. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ ആദ്യം മുളകും വെളുത്തുള്ളിയും കരിവേപ്പിലയും ഒരു പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ വൻപയർ ഇടുന്നതായതുകൊണ്ട് വൻപയർ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. വൻപയർ ഇടുന്നതായതുകൊണ്ട് ഇച്ചിരി കുരുമുളക് പൊടിച്ചതും കൂടി ഇതിനകത്തിടണം. ഗ്യാസിൻ്റെ പ്രശ്നം വരാതിരിക്കും. ഒരു ശകലം കുരുമുളക് പൊടിച്ചതും കൂടണം. പിന്നെ അതിന് കടുക് താളിക്കാനായിട്ട് കടുക്, കരിവേപ്പില, ഉണക്കമുളക് 2 എണ്ണം. നമ്മുടെ കപ്പ തിളച്ച് കഴിഞ്ഞു. 2 സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇടുക. നമുക്കറിയാമല്ലോ ഇത്രയും കപ്പയൊക്കെ ഉപ്പിടുക. അതിൻ്റെ കൂടെ തന്നെ ശകലം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് കപ്പയൊന്ന് ഇളക്കി കൊടുത്തു. ഇനി അത് ഒന്ന് തിളയ്ക്കാണ്ടിരിക്കട്ടെ. ഒന്ന് തിളച്ചിട്ട് തിളച്ച കപ്പ നമ്മൾ ഊറ്റി ഒരു തിള കഴിഞ്ഞപ്പോഴത്തേന് നമ്മളത് ഊറ്റി വെച്ച് വെള്ളമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ അതിലേക്ക് ഇടുക. നമ്മൾ വൻപയറിലേക്ക് ഇട്ടു. അതിനുശേഷം അരപ്പ് തേങ്ങയും എല്ലാം അതിനകത്ത് ഇട്ടു. അത് കൊള്ളുന്നില്ല. നമുക്കടുത്ത് കുരുമുളക് പൊടിച്ചതും കൂടെ അതിന് പുറത്തോട്ടിങ്ങനെ ഇട്ട് കുരുമുളക് പൊടിച്ചത് ഇട്ടു. ഇനി ഒന്ന് വേകാണ്ടെടുക്കുക. ആ വെള്ളം ഒന്ന് പറ്റി അതിലൊന്ന് പിടിക്കാൻ പാത്രം ഒന്ന് മാറി, ഇച്ചിരി ഏറെ ഉണ്ടായിരുന്നു, പാത്രം ഒന്ന് മാറി. അപ്പോൾ നമ്മുടെ ഇത് പറ്റി അപ്പോൾ നമ്മളത് ഇളക്കി കൊടുക്കുക. കപ്പ വെന്തു. പിന്നെ ശകലം ജീരകപ്പൊടി ഉണ്ടാകും. പക്ഷേ ജീരകപ്പൊടി ഇവിടെ ഇഷ്ടമല്ലാത്തതുകൊണ്ട്, ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ജീരകപ്പൊടി ഇട്ടിട്ടില്ല. ഇപ്പോൾ നല്ല വെന്തു, തോരൻ്റെ ഇതായി വെള്ളവും പറ്റി. ഇനി നമ്മൾക്ക് നല്ലതായിട്ട് കഷ്ണം പോലെ കിടക്കുവാണ് തോരൻ. നമുക്ക് കഷ്ണമെന്ന് പറഞ്ഞാൽ വെന്തിട്ടുണ്ട്. അത് ഒത്തിരി ഉടയ്ക്കാത്തത് കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. തോരൻ പരുവം. കപ്പത്തോരനെയും തുറന്ന് നോക്കി കുരുമുളകും എല്ലാം പാകത്തിന് പിടിച്ച് നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുകയാണ്. നല്ല രുചി, നല്ല ടേസ്റ്റാണ്. ഇതുകൂടെ ആകുമ്പോഴത്തേന് ഇത് കപ്പ അധികം ഷുഗർകാർക്ക് കപ്പ ഒരുപാട് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഷുഗർകാരുടെ ഇഷ്ടം കൂടെ നമുക്കിതിനകത്ത് ചെയ്യുമ്പോൾ ഇത് അവർക്ക് വൻപയറൊക്കെ നല്ലതായിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ
അത് രണ്ടും കൂടെ ആകുമ്പോൾ വലിയ പ്രശ്നം നിർത്തില്ല. കപ്പ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം കപ്പയുടെ രുചി കൊണ്ട് വൻപയറിൻ്റെയും രണ്ടിൻ്റെയും രുചിയാകുമ്പോൾ ഒരു പ്രത്യേക ഇതുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. ഞാൻ ഇതിന് കടുക് താളിക്കാം. നമുക്ക് പാനെടുത്ത് വെച്ചൊന്ന് ചൂടാകട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ചൂടാകുമ്പോഴത്തേക്കിന് ഇതായി കഴിയുമ്പോൾ എല്ലാം മുളകെല്ലാം റെഡിയായി. ഇനി നമുക്ക് ഒരു ശകല മുളക് പൊടി ഇതിൻ്റെ കൂടെ ഇട്ടേക്കാം. ഇതൊക്കെ ഇടാൻ നോക്കി. അതുകൂടി ഇട്ട് കഴിഞ്ഞിട്ട് പുറത്തൊന്ന് ഇട്ടു എന്നിട്ടൊന്ന് ഇളക്കുക. നല്ലതായിട്ടൊന്ന് ഇളക്കുക. ഇതിനകത്ത് വന്ന് വെളിച്ചെണ്ണ പിടിച്ച് കടുകിൻ്റെ താളിച്ച് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ലതാണ്. വെച്ച് നോക്കണം. ഇതും അയല നല്ല അയല കറി വെച്ചത് വേണ്ട. നല്ല കറിയുണ്ട്. ഇത് അപ്പോൾ നിങ്ങൾക്ക് അയല കപ്പയ്ക്കും വൻപയറിനും മേൻപൊടിയായിട്ട് നല്ല അയല മുളകിട്ട് വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം.